നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പരിപാലനത്തെ നാം കണ്ടുവെന്നും കണ്ടില്ല എന്നും വരാം. നാം സേവിക്കുന്ന ദൈവം ആരാണെന്നും അവിടുന്ന് തിരുവചനത്തിൽ കൂടി നമുക്ക് തന്ന വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണെന്നും കണ്ണുമടച്ച് നാം വിശ്വസിക്കുമ്പോൾ ദൈവം ഏതു നിലയിലാണ് പ്രവർത്തിക്കുവാൻ പോകുന്നതെന്ന് നാം ആരും വ്യാകുലപ്പെടേണ്ടതില്ല. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ചില സാഹചര്യങ്ങളിൽ ചിലതൊക്കെ കണ്ടെങ്കിലേ പലർക്കും വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. ഏലീശായുടെ ബാല്യക്കാരൻ ഇതിനൊരു ഉദാഹരണമാണ്. അരാം രാജാവിൻ്റെ സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ട ബാല്യക്കാരൻ ഭയപ്പെട്ടുപോയി. അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് ഏലീശായോട് പറഞ്ഞു. ദൈവമാരാണെന്നും എന്താണെന്നും എങ്ങനെയാണെന്നും തിരിച്ചറിയാവുന്ന ഏലീശ ബാല്യക്കാരനോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികം. തുടർന്ന് ഏലീശ ബാല്യക്കാരൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോൾ മാത്രമാണ് അവൻ്റെ പേടി പോയതും ദൈവത്തിൻ്റെ പരിപാലനത്തെ വിശ്വസിക്കുവാൻ കഴിഞ്ഞതും. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതും പ്രവർത്തിക്കുന്നതും പൂർണ്ണ നിലയിൽ നമ്മുടെ പുറം കണ്ണുകൊണ്ട് നാം എപ്പോഴും കണ്ടു എന്ന് വരികയില്ല. എന്നാൽ അദൃശ്യനായ ദൈവം അദൃശ്യമായ നിലയിൽ നമുക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ നാം അറിയുന്നു, ഭൂരിഭാഗം കാര്യങ്ങളും നാം അറിയുന്നില്ല. എന്നാൽ നമ്മുടെ വിശ്വാസക്കണ്ണാൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ എപ്പോഴും കാണുവാൻ കഴിയുന്നുവെങ്കിൽ നാം ഒരിക്കലും പേടിക്കുകയില്ല, നിരാശിതരാകുകയുമില്ല. ദിവസത്തിൻ്റെ 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും വർഷത്തിലെ 365 ദിവസവും നമുക്ക് പറയുവാൻ കഴിയണം, നമ്മോട് കൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികമെന്ന്. തിരുവചനം നമുക്ക് തരുന്ന വാഗ്ദത്തം, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. കാരണം നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികമാണ്. എണ്ണത്തിലല്ല, ശക്തിയിലാണ് കാര്യമുള്ളത്. സർവശക്തിയായ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുള്ളതിനാൽ നമുക്കാണ് ഭൂരിപക്ഷമുള്ളത്. കാരണം 1 + God is an army. നാമും ദൈവവും കൂടി ചേർന്നാൽ നാം 2 അല്ല, ഒരു സൈന്യമാണ്. Have a blessed day.